ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാരോ കരുതിക്കുട്ടി ചെയ്തതാ ഇയാളെ പേടിപ്പിക്കാനായിട്ട്. നമ്മള് എല്ലാവരും ഇവിടെ നിൽക്കല്ലേ, പിന്നെ വേറെ ആര് ചെയ്യാനാ ഇതൊക്കെ? ഒളിഞ്ഞും തെളിഞ്ഞും പലതും ചെയ്യാൻ കഴിയുന്നവര് കൂടെ തന്നെ നിൽക്കുമല്ലേ? ദേവരുൺ, ഉന്നം വെക്കുന്നത് ഞങ്ങളെയാണെങ്കിൽ വേണ്ട. ഈ ഒരു കാര്യമല്ലേ നീ കണ്ടോളൂ. ഇന്നിവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ദേ അമ്മയോട് ചോദിച്ചു നോക്ക്. പ്രിയങ്കയുടെ ഡ്രസ്സും മറ്റും എടുത്ത് ആറ്റുവാശ്ശേരിയിൽ എത്തിക്കണമെന്ന് അമ്മ പറഞ്ഞു. അതെടുക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ആരംഭിച്ചതാ ഓരോരോ പ്രശ്നങ്ങൾ. നീ ഞങ്ങളെ നോക്കണ്ട വരും. അമ്മയാ എല്ലാം കണ്ടത്. അമ്മ പ്രിയങ്കയുടെ മുറി കയറിയപ്പോ എന്തൊക്കെയാ നടന്നേന്ന് അറിയോ? എന്തൊക്കെയാ അമ്മ പറയുന്നത്? അത് എന്തൊക്കെയോ അസാധാരണമായ കാര്യങ്ങൾ നടന്നു. അത് സത്യമാ. തോന്നലാണെന്ന് ഞാൻ പറഞ്ഞതാ മോനെ, ഇവള് കേക്കണ്ടേ? തോന്നല് തന്നെയാ. ദേ ഇനി ഇതും പറഞ്ഞ് ആരും രാധിയെ പേടിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? ഞങ്ങള് പേടിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ ഒരു ദുർമരണം നടന്നിട്ടുണ്ട്. മോക്ഷം കിട്ടാതെ ആ ആത്മാവ് അലഞ്ഞു നടക്കുന്നുണ്ടാവും. ജീവിതകാലത്ത് അവളെ ദ്രോഹിച്ചവരെ ആത്മാവ് വെറുതെ വിടാനും പോകുന്നില്ല. വേണ്ട, വരുന്ന ഞങ്ങൾ അങ്ങനെ സഹിച്ചോളാം. ഒന്ന് പോകുന്നുണ്ട് രണ്ടുപേരും. വാ ചെറിയമേ, ഇനി ഇവിടെ നിന്നാലേ പ്രിയങ്കയുടെ ആത്മാവിനെ നമ്മൾ ഇറക്കി വിട്ടതാണെന്ന് കൂടി പറയും. അതെന്തിനാ നമ്മള് കേൾക്കുന്നത്? വാ. താമ രണ്ട് പേടിച്ചല്ലോ. ഭരണി പറയുന്നൊക്കെ ഉള്ളതായിരിക്കോ? മതി മതി, ഈ കാര്യം ഇനി നമുക്ക് ചർച്ചയില്ല. അമ്മേ, ആവശ്യമില്ലാത്ത തോന്നലുകൾ ഉണ്ടാവുക, എന്നിട്ട് അതിന്റെ ബാക്കിയായി അസാധാരണമായ കാര്യങ്ങൾ കാണുക, അതൊക്കെ മനസ്സിന്റെ വെറും തോന്നല. ആളുകൾ മരിച്ചാൽ അതോടെ കഴിഞ്ഞു. അല്ലാതെ ആത്മാവ് വണ്ടിയും വിളിച്ച് ആരോടും പ്രതികാരം ചെയ്യാൻ ഇറങ്ങില്ല. അമ്മയും കൂടി ചെല്ല്. അത് അമ്മ കണ്ടത് എന്തൊക്കെയാ? അതിന് കാരണം എന്താ? ഒരു 10 മിനിറ്റ് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാല് അമ്മയ്ക്ക് അതിന്റെ മറുപടി കിട്ടും. അത്രേ ഉള്ളൂ ഈ കാര്യത്തിന് പരിഹാരം. അല്ലാതെ ഈ തോന്നലുമായിട്ട് നടന്നാലേ ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശിയുടെ ഗതിയാവും. അമ്മ ചെല്ല്. മോളെ, നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ ഭഗവാൻ നിന്റെ കൂടെയില്ലേ? പിന്നെയാണോ ആത്മാവും പ്രേതവും ഭൂതവും പിശാചും ഒക്കെ? മോള് പേടിക്കണ്ട കേട്ടോ.